കേരള രാഷ്ട്രീയത്തിൻ്റെ സ്ഥിരാകേന്ദ്രമായ തിരുവനന്തപുരത്ത് നിന്ന് ഇപ്പോൾ കേൾക്കുന്നത് UDF എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ മരണമണിയാണ് എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കണം. ഇക്കഴിഞ്ഞ ദിവസം അർദ്ധരാത്രി തലസ്ഥാന നഗരിയിലെ മതിലുകളിൽ പതിക്കപ്പെട്ട ആ പോസ്റ്ററുകൾ വെറുമൊരു പ്രാദേശിക പ്രതിഷേധമല്ല, അധികാര കൊതി മൂത്ത ഒരുപറ്റം കോൺഗ്രസ് നേതാക്കളുടെയും അവരെ നിയന്ത്രിക്കാൻ കെൽപ്പില്ലാത്ത നട്ടലില്ലാത്ത ഒരു നേതൃത്വത്തിൻ്റെയും ഗതികേടിൻ്റെ നേർചിത്രമാണ്. തിരുവനന്തപുരം സെൻട്രൽ സീറ്റ് കോൺഗ്രസ് തന്നെ എടുക്കണം. ഒരൊറ്റ തെരഞ്ഞെടുപ്പിൽ പോലും ജയിക്കാത്ത CMPയുടെ CP ജോണിന് സീറ്റ് കൊടുക്കരുത്. സ്വന്തം മുന്നണിയിലെ ഒരു ഘടകകക്ഷി നേതാവിനെ, അതും കഴിഞ്ഞ 3 പതിറ്റാണ്ടായി കോൺഗ്രസിന് വേണ്ടി കുഴലൂത്ത് നടത്തിയ ഒരു നേതാവിനെ തെരുവിൽ പോസ്റ്റർ ഒട്ടിച്ച് അപമാനിക്കാൻ കോൺഗ്രസിനല്ലാതെ മറ്റാർക്കാണ് സാധിക്കുക? LDFൻ്റെ സിറ്റിംഗ് MLA അയോഗ്യനായപ്പോൾ ആ സീറ്റ് എളുപ്പത്തിൽ പിടിക്കാമെന്ന് കണക്കുകൂട്ടിയ കോൺഗ്രസ് നേതാക്കൾ സീറ്റിനായി തെരുവു നായ്ക്കളെ പോലെ കടിപിടി കൂടുമ്പോൾ അവിടെ അരങ്ങൊരുങ്ങുന്നത് കേരള രാഷ്ട്രീയം കണ്ട ഏറ്റവും വലിയ രാഷ്ട്രീയ അട്ടിമറിക്കാണ്. അതെ, കോൺഗ്രസിൻ്റെ ഈ ജീർണതയെ മുതലെടുക്കാൻ തലസ്ഥാനത്ത് UDFൻ്റെ അടിത്തറ തോണ്ടാൻ സാക്ഷാൽ CPM നടത്തുന്ന ആ മാസ്റ്റർ പ്ലാനുണ്ട്. എന്താണത്? ഈ തെരഞ്ഞെടുപ്പോടെ തിരുവനന്തപുരത്ത് അവസാനിക്കാൻ പോകുന്നത് ആരുടെയൊക്കെ രാഷ്ട്രീയ ഭാവിയാണ് എന്ന് നമുക്ക് നോക്കാം. ജനാധിപത്യ കേരള കോൺഗ്രസ് നേതാവ് ആന്റണി രാജു കേസിൽപ്പെട്ട അപ്രതീക്ഷിതമായി അയോഗ്യനാക്കപ്പെട്ടതോടെയാണ് തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലത്തിൽ കോൺഗ്രസിൻ്റെ കഴുകൻ കണ്ണുകൾ ഉടക്കുന്നത്. വർഷങ്ങളായി ഇടതുപക്ഷം തിളക്കമാർന്ന വിജയം നേടുന്ന BJP A ക്ലാസ് എന്ന് വിലയിരുത്തുന്ന ഈ മണ്ഡലം ആന്റണി രാജുവിൻ്റെ വീഴ്ചയോടെ അനാഥമായെന്നാണ് UDFൻ്റെ വ്യാമോഹം. എങ്ങനെയും അധികാരത്തിൽ തിരിച്ചെത്തണമെന്ന് വെമ്പൽ കൊള്ളുന്ന കോൺഗ്രസ് നേതാക്കൾക്ക് ഇതൊരു സുവർണാവസരമായി തോന്നി. ജനങ്ങളെ സേവിക്കാനല്ല, മറിച്ച് തലസ്ഥാനത്തെ ഈ സുരക്ഷിത മണ്ഡലം വീണു കിട്ടിയെന്നറിഞ്ഞതോടെ കോൺഗ്രസിലെ ഗ്രൂപ്പ് മാനേജർമാർ സ്വന്തം താൽപ്പര്യങ്ങൾക്കായാണ് ചരടുവലികൾ ആരംഭിച്ചിരിക്കുന്നത്. മുൻ മന്ത്രിയും ഇവിടെ നിന്നുള്ള മുൻ MLAയുമായ VS ശിവകുമാർ ഈ സീറ്റിനായി അതിശക്തമായാണ് ഇപ്പോൾ രംഗത്തുള്ളത്. ഗ്രൂപ്പ് സമവാക്യങ്ങൾ ഉപയോഗിച്ച് എങ്ങനെയെങ്കിലും സീറ്റ് ഒപ്പിച്ച് തൻ്റെ പഴയ സാമ്രാജ്യം തിരിച്ചു പിടിക്കാനാണ് ശിവകുമാറിൻ്റെ ശ്രമം. എന്നാൽ അദ്ദേഹത്തിന് വെല്ലുവിളിയായി മറ്റൊരു യുവ നേതാവുമുണ്ട്, K ശബരിനാഥൻ. VS ശിവകുമാറിനെ സംബന്ധിച്ച് ഇതൊരു അധികാര പോരാട്ടമാണെങ്കിൽ KS ശബരിനാഥന് ഇതൊരു ജീവൻ മരണ പോരാട്ടമാണ്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്വന്തം സിറ്റിംഗ് സീറ്റായ അരുവിക്കരയിൽ ജനങ്ങൾ വലിച്ചെറിഞ്ഞ ശബരിനാഥൻ നിലവിൽ തിരുവനന്തപുരം കോർപ്പറേഷനിലെ വെറുമൊരു വാർഡ് കൗൺസിലർ മാത്രമാണ്. സംസ്ഥാന രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിൽക്കേണ്ടിയിരുന്ന പാരമ്പര്യത്തിൻ്റെ മേൽവിലാസത്തിൽ മാത്രം കടന്നുവന്ന ഒരു യുവ നേതാവ് വെറുമൊരു കോർപ്പറേഷൻ മെമ്പറായി ഒതുങ്ങിപ്പോയതിൻ്റെ കടുത്ത ഫ്രസ്ട്രേഷൻ ശബരിനാഥനും അനുകൂലികൾക്കുമുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം സെൻട്രൽ സീറ്റ് ലഭിച്ചില്ലെങ്കിൽ വിജയസാധ്യതയുള്ള മറ്റൊരു സീറ്റും ജില്ലയിൽ ശബരിനാഥന് ലഭിക്കാൻ പോകുന്നില്ല. അതായത് ശബരിനാഥൻ്റെ രാഷ്ട്രീയ അസ്തമയം ഏകദേശം പൂർണ്ണമാകും. അതുകൊണ്ട് എന്ത് വില കൊടുത്തും പാർട്ടിയെ പിളർത്തിയാണെങ്കിലും ഈ സീറ്റ് തനിക്ക് വേണമെന്ന വാശിയിലാണ് ഈ യുവ നേതാവ് എന്നാണ് അറിയാൻ കഴിയുന്നത്. ശബരിനാഥനും ശിവകുമാറും സീറ്റിനായി തമ്മിലടിക്കുമ്പോഴാണ് കോൺഗ്രസിനെ ഒന്നാകെ ഞെട്ടിച്ചുകൊണ്ട് സീറ്റിന് അവകാശവാദം ഉന്നയിച്ച് CMPയുടെ വരവ്. UDFൻ്റെ ഭാഗമായി ഇതുവരെ മത്സരിച്ച ഒരൊറ്റ തെരഞ്ഞെടുപ്പിൽ പോലും വിജയിക്കാത്ത CP ജോൺ UDFനോട് തിരുവനന്തപുരം സെൻട്രൽ സീറ്റ് ആവശ്യപ്പെട്ടത് ചില കോൺഗ്രസ് നേതാക്കളെ പ്രകോപിപ്പിച്ചു. മുന്നണി വിട്ടുപോകാൻ നിൽക്കുന്ന ഘടകകക്ഷികളെ എങ്ങനെയെങ്കിലും പിടിച്ചു നിർത്തുക എന്ന ഗതികെട്ട അവസ്ഥയിലുള്ള UDF നേതൃത്വവും CP ജോണിൻ്റെ ആവശ്യം തത്വത്തിൽ അംഗീകരിക്കുകയായിരുന്നു. ഇവിടെയാണ് കോൺഗ്രസിലെ തനിനിറം പുറത്തു വരുന്നത്. CP ജോൺ മത്സരിക്കുകയാണെങ്കിൽ ഒരു കാരണവശാലും തെരഞ്ഞെടുപ്പിൽ സഹകരിക്കില്ല എന്ന് കോൺഗ്രസ്സുകാർ പരസ്യമായി പ്രഖ്യാപിച്ചു. രാത്രിയുടെ മറവിൽ സ്വന്തം മുന്നണിയിലെ നേതാവിനെതിരെ അവർ പോസ്റ്റർ ഒട്ടിച്ചു. ആരാണ് CP ജോൺ? കഴിഞ്ഞ എത്രയോ വർഷങ്ങളായി എല്ലാ ചാനൽ ചർച്ചകളിലും കോൺഗ്രസിൻ്റെ വക്കാലത്തുമായി വന്ന് ഇടതുപക്ഷത്തെയും CPMനെയും ഏറ്റവും രൂക്ഷമായി വിമർശിച്ചിരുന്ന UDFൻ്റെ സ്വന്തം വക്താവ്. നിയമസഭയിൽ പ്രാതിനിധ്യം ഇല്ലെങ്കിലും UDFനു വേണ്ടി നിരന്തരം കുഴലൂത്ത് നടത്തുന്ന നേതാവാണ് CP ജോൺ. ആ കൂറിന് കോൺഗ്രസ് എന്ത് തിരിച്ചു നൽകി? വെറും അവഗണന മാത്രം. അർഹിച്ച പരിഗണന നൽകാതെ സ്വന്തം അണികളെ കൊണ്ട് തെരുവിൽ പോസ്റ്റ് ഒട്ടിച്ച് അപമാനിക്കുകയാണ് കോൺഗ്രസ് ചെയ്തത്. ഒരു ഘടകകക്ഷിയെപ്പോലും ബഹുമാനിക്കാൻ അറിയാത്ത, സ്വന്തം അണികളെ നിയന്ത്രിക്കാൻ കെൽപ്പില്ലാത്ത KPCC നേതൃത്വം എത്രത്തോളം ദുർബലമാണെന്ന് ഇത് തെളിയിക്കുന്നു. ഈ അലങ്കോലങ്ങൾക്കിടയിലാണ് തികച്ചും അപ്രതീക്ഷിതമായ നിർണായകമായ ഒരു നീക്കവുമായി CPM രംഗത്തെത്തുന്നത്. ഈ നീക്കം എന്താണെന്ന് അറിയുന്നതിന് മുൻപ് കേരളത്തിലെ ഇടത് വലത് രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാന സ്വഭാവം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. രാഷ്ട്രീയത്തിൽ സ്ഥിരം ശത്രുക്കളില്ല എന്ന് പറയാറുണ്ട്.
എന്നാൽ ഇടതുപക്ഷത്തിൻ്റെ, പ്രത്യേകിച്ചും CPM-ൻ്റെ കാര്യത്തിൽ അതങ്ങനെയല്ല. വ്യക്തമായ രാഷ്ട്രീയ നിലപാടുകളുള്ള പാർട്ടിയാണത്. ചില വ്യക്തികളെ ഒരു കാരണവശാലും മുന്നണിയിൽ അടുപ്പിക്കില്ല എന്ന തീരുമാനം CPM-നുണ്ട്. ഉദാഹരണത്തിന്, ഏത് വലിയ നേതാവ് തിരിച്ചു വന്നാലും RSPയുടെ NK പ്രേമചന്ദ്രൻ എന്ന വ്യക്തിയെ LDF-ൽ ഇനി അടുപ്പിക്കില്ല എന്ന് CPM എടുത്ത തീരുമാനം അക്ഷരം പ്രതി ഇന്നും പാലിക്കപ്പെടുന്നു. എന്നാൽ കോൺഗ്രസിൻ്റെ കാര്യമോ? PV അൻവറിൻ്റെ കാര്യത്തിൽ കോൺഗ്രസും ഇത്തരമൊരു ഗീർവാണം മുഴക്കിയിരുന്നു. അൻവറിനെ അടുപ്പിക്കില്ല എന്ന് KPCC പ്രസിഡന്റ് വീരവാദം അന്ന് പറയുകയും ചെയ്തു. എന്നാൽ തിരഞ്ഞെടുപ്പ് അടുത്തു വരുന്ന സാഹചര്യത്തിൽ വോട്ടിനു വേണ്ടി ആ തീരുമാനമെല്ലാം തൊണ്ട തൊടാതെ വിഴുങ്ങി അൻവറിന് പിന്നാലെ പോകുന്ന നട്ടലില്ലാത്ത കോൺഗ്രസിനെയാണ് കേരളം കണ്ടത്. എന്നാൽ CPM-ൻ്റെ ചരിത്രം അങ്ങനെയല്ല. ഒരു കാലത്ത് CPM-ൻ്റെ വലിയ നേതാവായിരിക്കുകയും പിന്നീട് പാർട്ടി വിട്ടുപോയി CMB ഉണ്ടാക്കുകയും ചെയ്ത MV രാഘവനുമായി CPM നടത്തിയ ഐതിഹാസികമായ പോരാട്ടങ്ങൾ കേരളം മറന്നിട്ടില്ല. CMB-യും CPM-ഉം തമ്മിൽ ആശയപരമായ അതിശക്തമായ പോരാട്ടങ്ങൾ നടന്നിട്ടുണ്ട്. കൂത്തുപറമ്പ് വെടിവെപ്പ് ഉൾപ്പെടെയുള്ള ചോര ചൊരിയുന്ന ചരിത്രം അതിലുണ്ട്. CMB-യിലെ ഒരു വിഭാഗം ഇന്ന് LDF-നൊപ്പമാണ് പ്രവർത്തിക്കുന്നത്. എന്നാൽ CP ജോൺ നയിക്കുന്ന വിഭാഗം എക്കാലവും ഇടതുപക്ഷത്തിൻ്റെ മുഖ്യ ശത്രുക്കളായിരുന്നു. ആ CP ജോണിനെ മുൻനിർത്തിയാണ് CPM-ൻ്റെ ഇപ്പോഴത്തെ ഞെട്ടിക്കുന്ന നീക്കം. CP ജോണിനോട് UDF വിട്ട് സ്വതന്ത്രനായി മത്സരിച്ചാൽ പൂർണ്ണ പിന്തുണ കൊടുക്കാമെന്ന് സാക്ഷാൽ CPM നേതൃത്വം അറിയിച്ചു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന ഏറ്റവും നിർണായകമായ സൂചന. വെറുമൊരു തിരഞ്ഞെടുപ്പ് തന്ത്രമല്ല ഇത്. തിരുവനന്തപുരത്ത് കോൺഗ്രസിനെ വേരോടെ പിഴുതെറിയുവാനുള്ള CPM-ൻ്റെ ഓപ്പറേഷൻ ഡെമോളിഷൻ. BJPക്ക് വലിയ മേൽക്കൈയുള്ള മണ്ഡലത്തിൽ അവരുടെ മുന്നേറ്റത്തെ ഏത് വിധേനയും തടയുക എന്ന ലക്ഷ്യവും സംഘടനാ കരുത്തുള്ള CPM-ൻ്റെ ഈ നീക്കത്തിന് പിന്നിലുണ്ട്. ഈ നീക്കം നടപ്പിലായാൽ തിരുവനന്തപുരത്ത് UDF-ന് കിട്ടുന്ന ഏറ്റവും വലിയ തിരിച്ചടിയായിരിക്കും അത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. UDF സ്ഥാനാർത്ഥിയായി CP ജോൺ മത്സരിച്ചാൽ എന്ത് സംഭവിക്കും? UDF സ്ഥാനാർത്ഥിയായി CP ജോൺ മത്സരിച്ചാൽ കോൺഗ്രസിലെ ഒരു വിഭാഗം പിന്തുണ നൽകില്ലെന്നും CP ജോൺ മണ്ഡലത്തിൽ ദയനീയമായി തോൽക്കുമെന്നും CPM-ന് നന്നായി അറിയാം. സ്വന്തം നേതൃത്വത്തെ പോലും അനുസരിക്കാത്ത കോൺഗ്രസ്സുകാർ തന്നെ CP ജോണിനെ കാലുവാരും. എന്നാൽ CPM പിന്തുണയോടെ മണ്ഡലത്തിൽ ഇടതു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി CP ജോൺ മത്സരിച്ചാലോ? ചിത്രം പാടെ മാറും. വലിയ വിജയസാധ്യത ഉണ്ടെന്ന് തന്നെയാണ് CPM വിലയിരുത്തൽ. അച്ചടക്കമുള്ള കേഡർ സംവിധാനമുള്ള ഇടതുപക്ഷത്തിൻ്റെ വോട്ടുകൾ പൂർണ്ണമായും പെട്ടിയിലാകും. അതിനൊപ്പം കോൺഗ്രസ് അപമാനിച്ച് പുറത്താക്കിയെന്ന സഹതാപത്താൽ UDF-ലെ ഒരു വലിയ വിഭാഗത്തിൻ്റെ വോട്ടുകൾ കൂടി ജോണിന് കിട്ടും. നിരന്തരം അപമാനിക്കപ്പെടുന്ന സാഹചര്യത്തിൽ തന്നെ തെരുവിൽ അപമാനിച്ച UDF-നോട് CP ജോൺ ഈ തിരഞ്ഞെടുപ്പിൽ പകരം ചോദിച്ചാൽ അതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. CPM-ൻ്റെ ഈ തന്ത്രപരമായ വാഗ്ദാനം CP ജോൺ സ്വീകരിച്ചാൽ അത് UDF എന്ന മുന്നണിയുടെ അടിത്തറ ഇളക്കും. സ്വന്തം പാളയത്തിലെ ഗ്രൂപ്പുകളിൽ തീർക്കാൻ കഴിവില്ലാത്ത, അധികാരത്തിന് വേണ്ടി മാത്രം ഒന്നിച്ചു നിൽക്കുന്ന, കൂടെ നിൽക്കുന്നവരെ അപമാനിച്ച് പുറത്താക്കുന്ന കോൺഗ്രസ് നേതൃത്വത്തിന് കിട്ടാവുന്ന ഏറ്റവും വലിയ പ്രഹരമായിരിക്കും അത്. CPM-ൻ്റെ ഈ വലയിൽ CP ജോൺ വീഴുമോ എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. കോൺഗ്രസ് പാർട്ടി ചരിത്രത്തിലെ ഏറ്റവും വലിയ നാണക്കേടിലേക്ക് കൂപ്പുകുത്തുമോ? വരും ദിവസങ്ങളിൽ തലസ്ഥാനം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് വലതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ നിർണായകമായ ചില ചലനങ്ങൾക്കായിരിക്കും. ഇടതുപക്ഷത്തിൻ്റെ ഈ ചാണക്യ നീക്കത്തിന് മുന്നിൽ കോൺഗ്രസ്സിന് പിടിച്ചു നിൽക്കാനാകുമോ എന്ന ചോദ്യത്തിന് ഉത്തരം കൂടിയായിരിക്കും ആ നീക്കം. രാഷ്ട്രീയത്തിൽ അസാധ്യമായി ഒന്നുമില്ല. എന്നാൽ ചില നീക്കങ്ങൾ ചരിത്രം തിരുത്തിക്കുറിക്കും. തിരുവനന്തപുരം സെൻട്രലിൽ CPM ഒരുക്കിയിരിക്കുന്നത് അത്തരമൊരു ചരിത്ര മുഹൂർത്തമാണ്.